സുഹൃത്തുക്കളെ, ഒരു പാട്ടുകാരനാണ്. വേടന്റെ പാട്ടിന് മുമ്പ് പാടാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ഒരു റാപ്പ് സോങ് അവിടെ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് വേടന്റെ ആരാധകർ എന്ന് പറയുന്ന ചില കൂട്ടങ്ങൾ വന്നിരുന്നിട്ട് ആ ഒരു പാട്ടുകാരനെ വിളിച്ചത് എന്തെന്ന് നിങ്ങൾ കേൾക്കണം. നിങ്ങളത് കേൾക്കണം. ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവരെയാണ് നമ്മള് വേടന് അപമാനമുണ്ടാക്കുന്ന ആരാധകർ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേടന്റെ ഒരു പ്രോഗ്രാം ഒരു പാടത്ത് വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അവിടെ ആ പ്രോഗ്രാം തൊട്ട് മുമ്പ് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് മൈക്കും മറ്റും സെറ്റ് ചെയ്യാൻ വന്ന ആ ഒരു കൂട്ടത്തിലുള്ളവർ മരിച്ചതിന്റെ ഭാഗമായിട്ട് വേടൻ ആ ഒരു ഫംഗ്ഷൻ ഉപേക്ഷിക്കുകയും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അവിടെ നടന്നത് അതിഭീകരമായ ആക്രമണം. എന്തായാലും ആക്രമണം നടത്തിയ ആൾക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. അവരിൽ നിന്ന് തന്നെ ആ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. അന്ന് അവിടെ സംഭവിച്ചത് വേടനെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു ആരാധകർ വൃന്ദത്തെയായിരുന്നു. വേടൻ ചീത്തപ്പേരച്ച നാറണക്കര് പിടിപ്പിക്കുന്ന അവസ്ഥയില് വേടനെ കഞ്ചാവാണ്, ഒപ്പമുള്ളവരും കഞ്ചാവാണ്, ഇത് ആരാധകരും കഞ്ചാവിന്റെ ആൾക്കാരാണ്, മയക്കുമരുന്ന് അടിമയായ ആൾക്കാർ മാത്രമാണ് വേടന്റെ പ്രോഗ്രാമിന് പങ്കെടുക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ അന്ന് നടത്തണ്ടായി. അതിന് കാരണമായത് ആ പാടത്തുള്ള ചളി വാരി എറിഞ്ഞു എന്നുള്ളതാണ്. അതും ഏറ്റവും വില പിടിച്ച ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ മേർക്കാണ് അത് എറിഞ്ഞത്. ഒപ്പം തന്നെ അവിടെ LED ഒരു TV ലൈക്ക് സൗണ്ട് ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നത്. അതിന്റെ മേലേക്കൊക്കെ ആയിരുന്നു ചളി വാരി എറിഞ്ഞത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് അന്ന് അവർക്ക് ഉണ്ടായത്. പാവം കുറച്ച് സംഘാടകര് അവരെവിടെ നിന്നൊക്കെയോ പിരിവെടുത്ത് നടത്തിയ പ്രോഗ്രാമാണ്. പക്ഷെ ആ വേടൻ അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള രോഷപ്രകടനം, അല്ലെങ്കിൽ അവിടെ ഒരാൾ മരിച്ചുപോയി, ആ നാട്ടിലത്തെ ആളുകൾക്ക് അത് അറിയില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. ആ നാട്ടിലത്തെ ആൾക്കാർക്ക് അത് അറിയേണ്ടതല്ലേ? ആ നാട്ടിലത്തെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ടും ആ സ്റ്റേജിൽ ഒരാളൊന്ന് മരിച്ചു പോയിരിക്കുന്നു. അത് നമുക്ക് ഈ പ്രോഗ്രാം മാറ്റാം എന്നല്ല അവർ തീരുമാനിച്ചേ. അതിന് പകരമായിട്ട് അവിടെ നടത്തണമെന്ന് നാട്ടുകാർ വാശി പിടിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടന്റെ സോക്കോൾഡ് ഊള ഫാൻസുകാര് വാശി പിടിച്ചു. ആ വാശി പിടിച്ചതിന്റെ ഭാഗമായിട്ട് പ്രോഗ്രാം ലാസ്റ്റ് നിമിഷത്തിൽ വേടൻ കാര്യം പറയുന്നു. മനുഷ്യത്വമുള്ളവനായതുകൊണ്ട് ഇന്ന് ഞാൻ അവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് ശരിയല്ല, ഒരാൾ മരിച്ചു വീണ സ്ഥലത്ത് ഞാനൊരു പരിപാടി അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വേടൻ അവിടേക്ക് എത്തിയില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ ഇടുക്കിയിൽ എവിടെ എങ്ങാണ്ടാണ് ഒരു പ്രോഗ്രാം നടക്കുന്നു. വേടൻ വരാൻ അല്പം താമസം പിടിക്കും. അതിനു മുമ്പ് അവിടെയുള്ള കുറച്ചു റാപ്പ് സിംഗേഴ്സ് ചില പാട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ചില ആളുകൾ ആ സിംഗേഴ്സിനെ അറുത്തെറി വിളിക്കുന്നത്. ശരിയാണ്, വേടൻ തന്റെ പാട്ടിൽ ഉപയോഗിച്ചൊരു വാക്ക് തന്നെയാണെന്ന് ഒരു സംശയമില്ല. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഈ വാക്കാണോ അത്ര വലിയ പ്രശ്നമാണോ? അതല്ല വേടൻ തന്റെ ഒരു പാട്ടിൽ ഉപയോഗിച്ചത്. ആ പാട്ടിൽ ഉപയോഗിച്ചതിന് കൃത്യമായിട്ടുള്ളൊരു പരിസരമുണ്ട്. അതാരെയാണ് വിളിക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്, സാമൂഹിക പരിസരമുണ്ട്. അതല്ല. വേടെന്ന് പറയുന്ന പാട്ടുകാരൻ വരെ എന്നെ കാണാനുള്ള വന്നിട്ട് ഇറങ്ങിപ്പോടാ ഡേഷൻ എന്നൊക്കെ വിളിക്കുന്നത് സത്യം പറഞ്ഞാലോ സംസ്കാരമില്ലായ്മയുടെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീയിങ് അല്ലാത്തതിന്റെ ലക്ഷണം. വേടം വരുന്നവരെ കാത്തിരിക്കുക, അതുവരെ ഇവർ പാടുകയെങ്കിൽ ഒരല്പം നേരം പാടട്ടെ. നിങ്ങളൊന്ന് കേട്ടോക്കെ. ഇതിനിപ്പോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇതിനെ എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. സത്യം പറഞ്ഞാലോ ഇത് അംഗീകരിക്കാൻ ഒരാൾ പ്രയാസമുണ്ട്. കാരണം അത്രയ്ക്ക് തെറിയാണ് നടക്കുന്നത്. ഇനി ആ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം,
വേടനാകെ വന്നത് അവസാനത്തെ ഒരു 30 മിനിറ്റ് മാത്രമാണ് വേടൻ അവിടെ വന്നത്. അതുവരെ അവിടെയുള്ള ചില ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ റാപ്പ് സംഗീതത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. എന്തായാലും വേടൻ ആ പ്രോഗ്രാമിന് വന്നു. ഒരു തലനാരിഴയ്ക്ക് തീപിടുത്തത്തിൽ നിന്നൊക്കെ ഒഴിവായി എന്നൊക്കെ പറയാം. അവന് വന്നു നിന്ന സമയത്ത് 2 ഫയറാണ് പുറകിലേക്ക് വന്നത്. അവൻ രക്ഷപ്പെട്ടു. Thank you so much for having me here. എന്തായാലും ഇങ്ങനെ ആ പാട്ടുകളൊക്കെ അവനിങ്ങനെ അവതരിപ്പിച്ചിട്ടാണ് അവനത് പോയത്. ഇങ്ങനെ പല ഇൻസിഡന്റുകൾ ഇവന്റെ സംഭവത്തിൽ, ഇവന്റെ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പാവമായിട്ടുള്ള ചില പാട്ടുകാർക്കൊക്കെ നല്ല പച്ചത്തെറി കേൾക്കേണ്ടി വരും. എന്താ, പ്രസിദ്ധരായ പാട്ടുകാരുടെ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. മറ്റുള്ളവർക്കും ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങനെയൊക്കെ വന്നതല്ലേ വേടനും. അപ്പൊ വേടനെ പോലെ തന്നെ ഒരു ബഹുമാനം മറ്റു പാട്ടുകാർക്കും കൊടുത്തുകൂടാ. പാടാൻ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്റെ മുഖത്ത് നോക്കിയിട്ട്, പാടിക്കൊണ്ടിരിക്കുന്ന ആളെ മുഖത്ത് നോക്കിയിട്ട് പച്ചത്തെറി വിളിക്കുന്നത് അത് മോശമല്ല സുഹൃത്തുക്കളെ. ബൈ.